നമസ്കാരം സുഹൃത്തുക്കളെ, ജോയാണ് സംസാരിക്കുന്നത്. നമ്മളെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ, ഒരുപാടൊന്നും ആയില്ല, 1-2 മാസത്തിന് മുമ്പ് ഈ UK അങ്ങോളം ഇങ്ങോളം ഓരോ റൈറ്റ് നടന്നതും അതിനോടനുബന്ധിച്ച് കുറേ പേര് അറസ്റ്റിലായതും അങ്ങനെയുള്ള ന്യൂസൊക്കെ കേട്ടായിരുന്നല്ലോ. അങ്ങനെ ഒരു ബഹളം നടന്നു, അത് ശാന്തമായി അവിടെ തീർന്നു അല്ലേ. അതായത് ഇമിഗ്രേഷൻ സെൻ്ററുകളിലേക്ക് അവർ സ്വദേശികൾ നടത്തിയ റൈറ്റിനെയാണ് ഗവൺമെൻറ് തടഞ്ഞ് അങ്ങനെ ബഹളം ഉണ്ടാക്കിയവരും അതിനകത്ത് കുറേ അക്രമാസക്തമായി പോവുകയൊക്കെ ചെയ്തായിരുന്നല്ലോ. അതെന്തിനായിരുന്നു ഇതിനായിരുന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മൾ ആ സമയത്തൊക്കെ വീഡിയോ ചെയ്യുകയും എല്ലാവരും അലേർട്ടായിട്ടിരിക്കണം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തതാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ ഒരു കാര്യം കഴിഞ്ഞു, അതിനെപ്പറ്റി ഒക്കെ എന്നൊരു ധാരണയിലിരിക്കാം. ഇപ്പം ട്രംപ് ഭരണകൂടം USA കയറിയതിന് ശേഷം ഉണ്ടായ കാര്യങ്ങൾ, കയറിയെന്ന് പറഞ്ഞിട്ട് ഒത്തിരി നാളൊന്നും ആയില്ല, കയറുന്നു എന്ന് പറഞ്ഞപ്പം മുതൽ, കയറിക്കഴിഞ്ഞ് അതായത് സൈൻ ചെയ്ത് കയറിയപ്പം മുതൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞു വന്ന വേറൊന്നുമല്ലേ, ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ്, അതായത് ഈ ശനിയാഴ്ച സെൻട്രൽ ലണ്ടനിലെ വലിയൊരു മാർച്ച്, അതായത് ഈ പറഞ്ഞ വലിയൊരു മാർച്ച് നടന്നായിരുന്നു. ഈ ടോമി റോബിൻസിനെ പിടിച്ച് അകത്തിട്ടിരിക്കുകയായിരുന്നല്ലോ. അന്നത്തെ ആ റൈറ്റിനോടനുബന്ധിച്ച് അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ടുള്ള സപ്പോർട്ടേഴ്സിനെയും ഒക്കെ പിടിച്ചകത്തിട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ റിലീസ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു വലിയ മാർച്ച് നടന്നു. നിങ്ങളത് എനിക്കറിയില്ല, നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. ഒരുമാതിരി എല്ലാവരും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അട്ടളവിലേക്ക് പോകുന്ന സമയം അട്ടളവിലൊക്കെ ഭയങ്കരമായ ഷോപ്പുകളൊക്കെ അടച്ച് ഭയങ്കര ബഹളമായിരുന്നു അവിടെ കാണുന്നത്. ബഹളം എന്ന് പറഞ്ഞാൽ വലിയ അക്രമമൊന്നുമല്ല. അപ്പം സ്വദേശികളാണ് അവർ, ഏതാണ്ട് 1 ലക്ഷം പേരോളം അടുത്തുണ്ടായിരുന്നു പറയുന്നു. പക്ഷേ മെയിൻ സ്ട്രീം മീഡിയാസ് ഒന്നും ആ ന്യൂസ് അത്ര വലിയ കാര്യമായിട്ട് പുറത്തേക്ക് വിട്ടില്ല. സാധാരണഗതിയിൽ ഒരു ചെറിയൊരായിട്ട് നടന്നാലോ അല്ലെങ്കിൽ ചെറിയൊരു പ്രകടനം നടന്നാലൊക്കെ എന്തോ ഒരു വലിയ ന്യൂസുകളൊക്കെ വരുന്നത്, പ്രത്യേകിച്ച് BBC ഒക്കെ എടുത്ത് എന്തോരോ കാര്യങ്ങൾ പറയുന്നത് നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഇതേപ്പറ്റി അങ്ങനെ വലിയ കാര്യമായിട്ട് മെയിൻ സ്ട്രീം മീഡിയാസ് ഒന്നും പറഞ്ഞില്ല. അതിന് കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഗവൺമെൻറ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ എതിർത്ത് നിൽക്കുന്നിടത്ത് ഗവൺമെൻറ്റിന് എതിരായിട്ടാണ് ഈ കാര്യങ്ങൾ വരുന്നത്. പ്രത്യേകിച്ച് പൊളിറ്റിക്സും ഒക്കെ അതിനകത്തുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വന്നതേ, ഈ ഒന്നും അവസാനിച്ചിട്ടില്ല, എല്ലാം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. കാരണം ഒരു വലിയ അന്തരീക്ഷം ശരിയല്ല, ശാന്തമായ അന്തരീക്ഷത്തിലല്ല പോകുന്നത്. ഇപ്പോഴത്തെ ഈ നിശബ്ദത വലിയ പ്രശ്നത്തിലേക്കാണ് പോകാൻ പോകുന്നത്. നമ്മളൊക്കെ ഇപ്പോൾ ഇത്ര നാളായിട്ട് ഇവിടെ ഉണ്ട്, നമുക്ക് ഈ എല്ലാ ആളുകളുമായിട്ട് കൂട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ചർച്ചയ്ക്കകത്ത് പങ്കെടുക്കാറുണ്ട്, എന്താ കാര്യങ്ങളെന്നൊക്കെ അന്വേഷിക്കാറുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നിലവിൽ ഇപ്പോൾ റൈറ്റ് നടത്തുന്ന, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണോ ഇപ്പം ടോമി റോബിൻസണും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആൾക്കാർ എന്തിനു വേണ്ടിയിട്ടാണ് ശബ്ദിക്കുന്നത്, അവർ ശബ്ദിക്കുന്നതിനെതിരായിട്ടുള്ളവരുണ്ടല്ലോ. ഞാനത് എന്താണോ ആരെ പറ്റി പേരെടുത്ത് പറയാത്തത് നിങ്ങൾക്കറിയാലോ. ഇതൊക്കെ പ്രശ്നങ്ങളിലോട്ട് പോകും, അറസ്റ്റ് വരെ ഉണ്ടാകുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് ആരും എടുത്ത് പറയുന്നില്ല. അദ്ദേഹത്തിന് പേര് തന്നെ പറയുന്നത്, നമുക്ക് അദ്ദേഹത്തിന് സപ്പോർട്ടറും ആകാനും പറ്റത്തില്ല, ഓപ്പോസിറ്ററായിട്ടും വരാനും പറ്റത്തില്ല, വിഷയം തന്നെയാണ്. അപ്പം പറഞ്ഞത്, ഈ പറയുന്ന ജനങ്ങൾ അവരും റെഡിയായിട്ടാണ് നിൽക്കുന്നത്. ആർക്കെതിരെയാണോ ഈ മാർച്ച് നടക്കുന്നത്, ആരെയാണോ പുറത്താക്കണമെന്നും അല്ലെ ആരെയാണോ ഇവിടെ വേണ്ടാന്ന് പറഞ്ഞ് സ്വദേശികൾ ബഹളം ഉണ്ടാക്കുന്നത്, അവരും ഭയങ്കര റെഡിയായിട്ടാണ് നിൽക്കുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പം ട്രംപ് ഭരണകൂടം അവിടെ കയറുന്നു, അവിടുന്ന് ഒരു സപ്പോർട്ട്. ഇപ്പം റൂമേഴ്സ് പോലെ നിങ്ങൾ ന്യൂസസ് ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ. എലോൺ മസ്കിനെ ഉപയോഗിക്കുന്നു, അദ്ദേഹത്തിനെ കൊണ്ടുകൊടുത്ത രാഷ്ട്രീയ പാർട്ടിക്ക് സപ്പോർട്ട് കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നത്. ഇതിനകത്തൊന്നും ചുമ്മാതെ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. ഈ കമ്മിങ് മന്ത്സിൽ സംതിങ് പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാവും. ഒന്നാമത്തെ കാര്യം, ഒരു സമരവും അക്രമാസക്തമാകരുതെന്ന് അല്ലെങ്കിൽ ശാന്തമായ ഒരു ജീവിത രീതി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനതയാണ് ഇവിടുത്തെ ഇംഗ്ലീഷ് സമൂഹം. അവർ അപ്പം നേരത്തെ വന്ന ടോമി റോബിൻസണും അദ്ദേഹത്തിന്റെ സപ്പോർട്ടേഴ്സും ഇങ്ങനെ ഈ പറയുന്ന പോലെ റേസിസം പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരതിന് വലിയ സപ്പോർട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നിലവിൽ ഈ ദിവസങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആളുകൾ ചിന്തിക്കുമ്പം ആരെയാണ് അകത്ത് പിടിച്ചിട്ടിരിക്കുന്നത്, ആരാണ് അറസ്റ്റിലായി കിടക്കുന്നത്, നമ്മുടെ ആൾക്കാരാണ് അറസ്റ്റ് ചെയ്യുന്നത്, വല്ലവർക്കും വേണ്ടിയിട്ട്. എൻ്റെ വല്ലവരെല്ലാവരും ഇവിടെ കിടന്ന് വിലസുന്നു എന്നൊരു പൊതു അഭിപ്രായമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ ഏറ്റവും പ്രധാനമേ, നമ്മളിപ്പോൾ ഈ പറയുന്ന, ഞാൻ ഈ ചർച്ചകളിലൊക്കെ പോയതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോ, ഈ പറയുന്ന മനുഷ്യര്, ഈ ഹോംലെസ് ആയിട്ടുള്ള ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഒരുമാതിരിപ്പെട്ടവരൊക്കെ ഇവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരാണ്, സ്വദേശികളാണത്. ഇമിഗ്രൻസ് ആയിട്ട് വന്നവരും അല്ല റിഫ്യൂജീസ് ആയിട്ട് വന്നവരൊക്കെ വലിയ ഹോട്ടലുകളിലാണ് കഴിയുന്നത്. ഇതൊരുവർക്ക് വലിയൊരു പരാതിയാണ്. ഞങ്ങളുടെ ടാക്സ് ഉപയോഗിച്ച് മറ്റുള്ളവർ കഴിക്കുന്ന ആ ഒരു പ്രചരണം വല്ലാതെ അങ്ങ് പരന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് പറഞ്ഞതേ,
നമ്മുടെ ഒരു സമൂഹം, കേരള സമൂഹത്തിന്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നല്ല കേരളത്തിൽ നിന്ന് തന്നെ എടുത്ത് പറയത്തക്ക രീതിയിൽ ഇവിടെയുള്ള ആളുകൾക്ക് ഭയങ്കര താല്പര്യമാണ്. കാരണം പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ നേഴ്സുമാരാണ് ഉള്ളത്. അപ്പോൾ NHS-ലാണെങ്കിലും നഴ്സിംഗ് ഹോമുകളാണെങ്കിലും നേഴ്സുമാരുടെ ഒരു പരിചരണം, അവരോടുള്ള അവരുടെ സമീപനം ഒക്കെ ഒത്തിരി നല്ല, പ്രത്യേകിച്ച് ബ്രില്യൻ്റ് നേഴ്സുമാരാണ് കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ളവരൊക്കെ. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇവിടുത്തെ ഒരു സമൂഹത്തിൽ എല്ലാ കാലത്തും വലിയ താല്പര്യമാണ് നമ്മുടെ സമൂഹത്തോടുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഇവിടെ വന്ന് കാലങ്ങളായിട്ട് 10-25 വർഷമായിട്ടുള്ളവരും ഒക്കെ വീടെടുത്ത് താമസിച്ചതിന് ശേഷം സ്കൂളുകളിലും മറ്റുള്ള സോഷ്യലായിട്ടുള്ള ഇടപെടലുകളിലും ഒക്കെ അവർക്ക് വലിയ താല്പര്യം തന്നെയാണ്. ചർച്ചകളിലൊക്കെ പോയും അല്ലെങ്കിൽ ഇപ്പം ഇവിടെയുള്ള സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ മലയാളി പിള്ളേർ ഏറ്റവും ടോപ്പായിട്ടാണ് പഠിക്കുന്നത്. അങ്ങനെ സ്കൂളിലൊക്കെ വലിയ ഒരു റെസ്പെക്റ്റാണ് നമ്മുടെ പിള്ളേരോടും അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോടും നമ്മുടെ ഒരു ഫാമിലി ജീവിതത്തിനെയൊക്കെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. ഞാൻ പറഞ്ഞ ഒരു 10-20 വർഷമായിട്ട് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ പറ്റിയുള്ള കാര്യമാണ്. പുതിയതായിട്ട് വന്നതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അപ്പോൾ അതേസമയം ഉയർന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ വിസ തട്ടിപ്പ് എന്ന് പറയുന്ന വിഷയം ഈ ഒരു 3-4-5 വർഷമായിട്ട് കിടന്ന് ഭയങ്കരമായിട്ട് നടക്കുമല്ലേ. ഇത് മുഴുവൻ ഇവിടെയുള്ള ഇംഗ്ലീഷുകാർ മുഴുവൻ ഇത് ഗാർഡിയൻ പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. ഇത് എത്രയോ തവണ ഇത് ന്യൂസസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവരും കണ്ടുകൊണ്ടായിരിക്കുന്നത്. ഇപ്പം അതല്ലാതെ പിള്ളേരിപ്പം അങ്ങനെ വലിയ ആർക്കും അങ്ങനെ മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ സൗകര്യം, ഞങ്ങളുടെ ഇതിപ്പോൾ റീൽസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മളൊക്കെ ഇതേപ്പറ്റി പഠില്ല. എവിടെ വേണേലും എവിടെ ഒന്ന് ഡാൻസ് കളിക്കുക, എവിടെ ഒന്ന് വേണേലും വീഡിയോ എടുക്കുക, ആരുടെ നേരെ വേണേലും പോവാം എന്ന് പറഞ്ഞ് ഇപ്പം DJ പാർട്ടികൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിള്ളേർ എവിടെയൊക്കെയോ കൊണ്ട് പാർട്ടികൾ വെക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എടുത്തു പറയുന്നില്ല, ഇനി അവന്മാർ നമ്മൾ വെച്ചേക്കല്ലേ DJ പാർട്ടി കഴിഞ്ഞ് വന്നാൽ നമ്മുടെ രാത്രി കിടന്ന് കൂത്താട്ടമായിരുന്നു, ബഹളമായിരുന്നു. അവിടുന്ന് വന്നതിൻ്റെ ആ ഒരു ടെമ്പർ ഇവന്മാർക്ക് നിൽക്കാതെ പെൺപിള്ളേരും ആൺപിള്ളേരോടെ കിടന്ന് കാണിച്ച ബഹളങ്ങൾ ചെറുതൊന്നുമല്ല. അപ്പം ഈ ഓളങ്ങളൊക്കെ മറ്റുള്ളവർ കാണുന്നുണ്ടെന്നേ. ഇല്ലീഗൽ ഇമിഗ്രൻസിനെതിരെ ഈ പറയുമ്പോൾ അവരെ മാറ്റണമെന്ന് പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ ആൾക്കാരുടെ ഈ ചെയ്തികളും ആൾക്കാർക്ക് സന്തോഷത്തിലല്ല നിൽക്കുന്നത്. പ്രത്യേകിച്ച് വിസ വിഷയങ്ങളിൽ, അതുപോലെ ആ 2 പിള്ളേരെ കൊന്നു കളഞ്ഞില്ല ഒരുത്തിന്, അവൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ വലിയ ചർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ്. വന്ന് ഇപ്പം ലണ്ടനകത്തൂടെ നമുക്കൊന്ന് മര്യാദയ്ക്ക് നടക്കാവോ? ഞാൻ പറയാമല്ലോ, ഒരു കൊറോണയ്ക്ക് മുമ്പത്തെ കാലം പോലെ അല്ല ഇപ്പം. ലണ്ടനകത്തൂടെ പേടിച്ചിട്ടല്ല നടക്കത്തില്ല. നിങ്ങൾ അല്ലെങ്കിൽ ഏത് ദിവസത്തെ ന്യൂസ് വെള്ളമെടുത്തത്, സെൻട്രൽ ലണ്ടനിൽ സ്റ്റാബിങ് നടക്കാത്ത ദിവസമില്ല. ആ ട്യൂബിനകത്തോട്ട് ഓടിച്ചിട്ട് കയറ്റി കുത്തുന്നു. കഴിഞ്ഞ ദിവസം 2 പെൺപിള്ളേർ തമ്മിൽ കുത്തി, കഴിഞ്ഞ ദിവസം ആണുങ്ങൾ തമ്മിൽ കുത്തി, ചെറിയ പിള്ളേരായിട്ടോ 10-15 വയസ്സുള്ള പിള്ളേർ തമ്മിൽ കുത്തുന്നു. ഫോൺ എടുക്കുക, അവിടെ നിന്ന് എന്തോ ഒരു ഫോട്ടോ എടുക്കാമായിരുന്നു, എന്തോ ഒരു വീഡിയോ ചെയ്യാമായിരുന്നു. നമ്മളെയൊക്കെ പഴയ പിക്ചേഴ്സൊക്കെ നോക്കി ലണ്ടനകത്ത് എവിടെ വേണമല്ലോ എങ്ങനെ വേണമല്ലോ. ഇപ്പൊ ഫാമിലിയെ കൊണ്ടൊക്കെ പോകുമ്പോൾ ചങ്കിടിപ്പായിരിക്കും, സെക്കൻഡുകളിൽ തിരിച്ചു പോരുക. നമ്മൾ ഒരു കാര്യത്തിന് പോകാൻ പറ്റത്തില്ല. എത്രയോ രാത്രികളിൽ ലണ്ടനകത്ത് അകപ്പെട്ടു. സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്തൊക്കെ പല രാത്രികൾ, പ്രത്യേകിച്ച് വിക്ടോറിയ സ്റ്റേഷനകത്ത് ഇരുന്ന് നേരം വെളുപ്പിച്ചിട്ടുണ്ട്. അവിടെ ഇവിടെ കാലഞ്ഞു എന്തോരം കാര്യങ്ങൾ. നമ്മൾ ലണ്ടൻ്റെ ജീവിതം, ലണ്ടൻ നമ്മുടെ ഒരു എന്നാ പറയുന്നത് ബ്രീത്ത് പോലുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ അത് അന്യമായിട്ട് ഭീകരമായിട്ട് ഏത് സമയത്തും കൊല്ലപ്പെടാവുന്നുള്ള ഭീതിയോടുകൂടി ആളുകൾ ജീവിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ആക്കി മാറ്റിയിട്ടുണ്ട്. ബൈക്കിൽ ഇങ്ങനെ അവന്മാർക്ക് വരുന്നു, ഫോൺ തട്ടിയെടുത്തോണ്ട് പോകുന്നു, അതേസമയം പുറകിൽ വന്ന് കുത്തിരി പിടിക്കുന്നു. അങ്ങനെ നിങ്ങൾ എന്തോരം ഇത് നോക്കി. ഇവിടെ എനിക്കറിയത്തില്ല, പോലീസുകാരെ അടിക്കുന്നു, പോലീസ് വണ്ടിക്കിട്ട് ഇടിക്കുന്നു. അപ്പം നമ്മൾ നോക്കുമ്പോഴേക്കും ഇത്രയും വലിയൊരു രാജ്യത്ത് വലിയ സമാധാനപരമായ ജീവിതത്തിന് വേണ്ടി വന്നിട്ട് നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ പേടിച്ചു പോവാ. പടപേടിച്ച് പന്തളത്തെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പോകും? ഇപ്പം നേഴ്സുമാർക്കൊരു വലിയ അനൗൺസ്മെന്റ് ആയിട്ട് ഓസ്ട്രേലിയ ഈസി ആയിട്ട് ഓപ്പൺ ചെയ്ത് കിടക്കുന്നു എന്ന് പറയുന്നു. പിള്ളേരോട് കൂടി നല്ലൊരു ന്യൂസാണ് അവിടെ വരാൻ വേണ്ടി പോകുന്നത്. നേഴ്സുമാർക്കൊക്കെ ഒരുമാതിരി പരിധിപ്പെട്ടവരൊക്കെ കയറി പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയതായിട്ട് വന്ന നേഴ്സുമാർക്ക് പറ്റുള്ളൂ കേട്ടോ കയറി പോകാണെന്ന്. പഴയവരൊന്നും പോകാൻ പോകുന്നില്ല. കാരണം നമ്മുടെ പിള്ളേരൊന്നും സമ്മതിക്കത്തില്ല. നമ്മുടെയൊക്കെ പിള്ളേർ വലിയതായി, അവരോട് വിളിച്ചിട്ട് ആ രാജ്യത്തേക്ക് പോയി ഈ രാജ്യത്തേക്ക് അവരൊന്നും സമ്മതിക്കത്തില്ല. അവരവരുടെ ദേശീയതയും ഭാഷയും അതും ഇതൊക്കെ പഠിച്ച് അവർ സമ്മതിക്കത്തില്ല ഇങ്ങനെയുള്ള അങ്ങോട്ടും പറിച്ചു നടിയിൽ നിന്നൊക്കെ ഒരു സമയമുണ്ട്. പിള്ളേരൊക്കെ ഒരു 5ാം ക്ലാസ്സിലൊക്കെ ആകുന്ന ആ മാക്സിമം അത്രയും വരെ, അതിന് മുകളിലോട്ടൊന്നും പിള്ളേർ സമ്മതിക്കത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതേ, ഈ പുതിയ പിള്ളേർ വന്ന് കിടന്ന് ഈ കാണിക്കുന്ന, പുതിയെന്ന് പറഞ്ഞത് എല്ലാവരും അല്ല പറയുന്നത്, കുറച്ച് പിള്ളേർ കിടന്നുകൊണ്ട് കാണിക്കുന്ന കുട്ടകളി എന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഭയങ്കര മോശമാക്കിക്കൊണ്ടുണ്ടാക്കുന്ന വിഷയങ്ങളുണ്ട്. വഴി കിടന്ന് തമ്മിലടിക്കുന്നത് മുതൽ വെള്ളം അടിച്ചിട്ട് ഭയങ്കര കാർ കൂവി നടക്കുള്ള എന്തോരം പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും അവസാനിച്ചിട്ടില്ല. ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഈ കഴിഞ്ഞ ദിവസത്തെ ലണ്ടനിൽ നടന്ന ആ റാലി നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് എല്ലാവരുടെയും മനസ്സിപ്പോൾ ഒരുപോലെയായി. ഇപ്പം ബ്രെക്സിറ്റ് നടക്കുന്ന ഒരു കാരണം, പല കാരണങ്ങൾ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ വിഷയങ്ങളടക്കമുള്ള പല കാര്യങ്ങളും ഇപ്പം സാമ്പത്തിക വിദഗ്ധന്മാരും അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ്മാരൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ അടിസ്ഥാന വർഗ അല്ലെങ്കിൽ താഴെത്തട്ടിലേക്ക് അല്ലെങ്കിൽ സാധാരണ ഇത് ജീവിക്കുന്ന ആൾക്കാരോടൊന്ന് സംസാരിച്ച് നോക്കിക്കേ, ഒറ്റ വാക്കാ ഞങ്ങളുടെ ഇവിടെ ഒരുത്തരും അങ്ങനെയൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് യൂറോപ്യൻകാരല്ല ഇവിടെ നിങ്ങൾ മേളിക്കുക വേണ്ട വോട്ടെന്നാണ് അവർ പറയുന്നത്. അതിന്റെ പേരിൽ ഉണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങൾ പ്രശ്നങ്ങളൊന്നും അല്ലായിരുന്നു ഇവിടുത്തെ ജനതയുടെ പ്രശ്നം. അവരെല്ലാം ഒഴിഞ്ഞു പോകട്ടെന്ന ഒരു വർത്തമാനമായിരുന്നു.
അപ്പൊ അതേ ലെവലിലോട്ട് ഇത് വരുവാണ്. ആ കൂട്ടത്തിൽ അടി നമുക്കിട്ടൂടെ കിട്ടും, നമ്മളെ കൂടെ പിടിച്ച് പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അടി വരുമ്പം എതിലോട് കൂടുന്നാ പറയുന്നത്. ഒരു മര്യാദയ്ക്ക് നിൽക്കുന്ന കമ്മ്യൂണിറ്റി ആണെങ്കിൽ ഞാൻ ഇന്ന കമ്മ്യൂണിറ്റി എന്നുള്ള ഞങ്ങൾ ഇങ്ങനെയാണ്, നേഴ്സുമാരാണ്, ഇന്ന പോലെയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഒക്കെ പറയുമ്പോൾ ഞാൻ കേരള നേഴ്സുമാർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ പ്രത്യേക താല്പര്യം, നമ്മുടെ വിദ്യാർത്ഥികളോട് താല്പര്യം, നാട്ടിൽ പഠിച്ച് നല്ല മിടുക്കരായിട്ട് പോകുന്ന പിള്ളേരൊക്കെ ഉള്ളിടത്ത്. അതിനിടയിലാണ് കുറച്ച് പേര് വന്ന് കൂത്താട്ടം ആടുന്നത്. വിസ തട്ടിപ്പായിട്ടും കള്ളടിയായിട്ടും അതായിട്ടും ഇതായിട്ടും റീൽസ് ആയിട്ടും എവിടെ വേണേലും എങ്ങനെ വേണേലും കൂവിയും കാറിയും വഴി കിടന്ന് ഡാൻസ് ചെയ്തും തമ്മിലടിച്ചും ഒക്കെ റീൽസും ഒക്കെ എടുത്ത് ട്യൂബ് സ്റ്റേഷനിൽ കിടന്ന് പല ബഹളങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഫാമിലിയൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ പിള്ളേർ നമ്മളെ നോക്കുമ്പോഴേക്കും ഒന്നെങ്കിൽ അപ്പാപ്പൻ മനോഭാവം, അങ്ങനെ ഉണ്ടല്ലോ അവർ പറഞ്ഞത്, അപ്പൻ മനോഭാവം, തന്തവൈബ് അല്ലേ, അതൊക്കെ ആയിരിക്കും. 3-4 പിള്ളേരെ കൊണ്ട് നമ്മളൊക്കെ നിൽക്കുന്നതാണ്. ഇവർക്ക് അങ്ങോട്ട് ഒരു കഴിഞ്ഞ ദിവസം ഒരു ഏരിയയിൽ നിന്ന് വന്ന കുറച്ച് പിള്ളേർ അവിടെ കിടന്നുകൊണ്ട് അങ്ങോട്ട് ആ പിള്ളേരും കൂടെ ട്യൂബ് സ്റ്റേഷനിൽ കിടന്നു. അപ്പൊ ഞാൻ ഓർക്കുവാണ്, ഇത് ആരുടെ രാജ്യമായത്? നമ്മുടെ പിള്ളേർ കിടന്ന് കാണിക്കുന്ന പരിപാടിയാണ് പറയുന്നത്. അപ്പം ഈ റാലി കഴിഞ്ഞ ദിവസത്തെ കണ്ടില്ലാത്തവർ കണ്ടെങ്കിൽ ഓർത്തോ, നോക്കി കണ്ടെന്നു കഴിഞ്ഞാൽ സമാധാനമായിട്ട് പോകാം, അല്ലെങ്കിൽ ഒരടിക്കുള്ള വക എല്ലാത്തിനും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതിനകത്ത് മര്യാദയ്ക്ക് ജീവിക്കുന്നവർക്കിട്ട് വരെ കിട്ടും. ഇപ്പൊ ഇവിടെ കാലങ്ങളായിട്ട് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഇംഗ്ലീഷുകാരുമായിട്ട് വളരെയധികം അവരുടെ മനസ്സും ഇവരുടെ മനസ്സും ഒരുപോലെ പോകത്തക്ക രീതിയിൽ എത്രയോ ആളുകൾ ജീവിക്കുന്നുണ്ടെന്നറിയാമോ? പക്ഷെ അങ്ങനെയല്ല ഇപ്പം മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത്. വലിയ പ്രശ്നങ്ങളാണ്. ഇപ്പം സൗത്ത് പോർട്ടിൽ 3 കുഞ്ഞുങ്ങളെ കുത്തിക്കൊന്ന അവനുണ്ടല്ലോ, അവൻ ഏത് രാജ്യക്കാരനാ? ഈ രാജ്യക്കാരനാണോ? അങ്ങനെ ഇവിടെ അക്രമം നടത്തുന്ന മുഴുവൻ മലർത്തുനിന്ന് വന്നവരാ. നമ്മൾ സമ്മതിക്കുക, ഒരു ബംഗാളി അവിടെ കിടന്ന് കുടിച്ച് ഇളകിയെന്നും പറഞ്ഞിട്ട് നമ്മൾ കാണിക്കുന്നതിനൊക്കെ നമുക്ക് എന്ത് വേണേലും കാണിക്കാന്നേ പറയുന്നത്. ഞാനിപ്പോൾ ടോമി റോബിൻസനെ സപ്പോർട്ട് ചെയ്യാനോ ഒന്നും അല്ല, ഞാൻ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാനോ അദ്ദേഹം എന്നെ കൂട്ടുമോ? ഇല്ല, ഞാൻ അവരെ കൂട്ടാൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷെ സമാധാനമായിട്ട് ജീവിക്കാമോ? നമുക്കൊന്നും ഇനി പോകാൻ വേറെ വഴിയില്ല. നമ്മൾ ഓസ്ട്രേലിയ തുറന്നു വെച്ചു, അമേരിക്ക തുറന്നു വെച്ചു, ഇങ്ങോട്ട് വന്നോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടത്തിലുള്ളവരും കൂടെ വരണ്ടേ? പിള്ളേരൊക്കെ വലിയ ഇവിടെയുള്ള പഴയ ആളുകൾക്ക് ആർക്കും വരാൻ പറ്റത്തില്ല. എന്നെക്കാളും സീനിയറായിട്ടൊക്കെ വന്ന ആൾക്കാരൊക്കെ എല്ലാവരും ബുദ്ധിമുട്ടി പോകും. എന്ത് ചെയ്യും തരത്തില്ല, എങ്ങോട്ട് പോകും? ഞങ്ങൾക്കൊക്കെ ഇവിടെ ഇനി വഴിയുള്ളൂ. ആ ഉള്ള ഭാഗം കൂടെ നശിപ്പിക്കല്ലേ, നാശമാക്കരുതെന്ന് എല്ലാവരോടും പറയാനുള്ളൂ. കുറേ അവന്മാർക്ക് വിസ കാട്ടിക്കണം, വീട് റെന്റിന് എടുത്തിട്ട് അത് പൈസ തിരിച്ചു കൊടുക്കൽ, എന്തോരം പ്രശ്നങ്ങൾ, പോലീസ് കേസും അതും ഇതും എന്തോരം വിഷയങ്ങളായിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളായിട്ടില്ലേ. അപ്പൊ അതെല്ലാം കൂടെ ഞാനൊന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഈ നിലവിലത്തെ അന്തരീക്ഷം ഇങ്ങനെ സമാധാനമായിട്ട് മുന്നോട്ടൊക്കെ നല്ലപോലെ അല്ല പോകുന്നത്. നിലവിൽ ഭരിക്കുന്ന പാർട്ടി ആരുടെ സപ്പോർട്ടോടുകൂടി ആയിരിക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അത് സാധാരണക്കാർ ഇവിടെ കണ്ടോണ്ട് നിൽക്കുക. അവരുടെ ജനതയെ പിടിച്ച് അകത്തിട്ടിട്ട് മറ്റുള്ളവരിവിടെ വിരാജിക്കുന്നു. ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ആൾക്കാരുടെ അകത്ത് കിടക്കുന്നതെന്നുള്ള ചോദ്യം ഉയർന്നു തുടങ്ങി. അപ്പൊ ആ ബഹളത്തിനകത്ത് നമുക്കിട്ടൂടെ അടി മേടിച്ച് തരലേന്നേ ഞാൻ നിങ്ങളോടൊക്കെ പറയുള്ളൂ. നിങ്ങളോടെന്ന് പറഞ്ഞ് ഇവിടെ കുഴപ്പമുണ്ടാക്കുന്നവരോട്, നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ട് കുഴപ്പമുണ്ടാക്കുന്നവരോട്